നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമന വിവാദത്തിൽ അബിൻ വർക്കിക്ക് പിന്തുണയുമായി ചാണ്ടി ഉമ്മൻ. അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ അർഹനായിരുന്നുവെന്നും അബിന് വിഷമമുണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും ചാണ്ടി ഉമ്മൻ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിലെ ഭക്തജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെതെന്നും ചെന്നിത്തല. പിറവം ഇലഞ്ഞിയിൽ സ്കൂൾ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം 12ഓളം കുട്ടികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇരുവാഹനത്തിലെയും ഡ്രൈവർമാർക്കും പരിക്കേറ്റു. ഇലഞ്ഞി സെന്റ് ഫിലോമിനാസ് പബ്ലിക് സ്കൂളിലെയും ഞീഴൂർ സെന്റ് കുര്യാക്കോസ് സ്കൂളിലെയും ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമന വിവാദത്തിൽ അബിൻ വർക്കിക്ക് പിന്തുണയുമായി ചാണ്ടി ഉമ്മൻ. അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ അർഹനായിരുന്നുവെന്നാണ് അബിൻ വർക്കിയുടെ പ്രസ്താവന. അബിന് വിഷമമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ആളെ പരിഗണിക്കാമായിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ അഭിപ്രായപ്പെട്ടു. അബിനെ പരിഗണിക്കാമായിരുന്നുവെങ്കിലും പാർട്ടി തീരുമാനം വന്നാൽ അത് അംഗീകരിച്ച് മുന്നോട്ടു പോവുകയാണ് വേണ്ടതെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നാഷണൽ ഔട്ട്റീച്ച് സെല്ലിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തെക്കുറിച്ചും ചാണ്ടി ഉമ്മൻ സംസാരിച്ചു. ഒരു വാക്ക് ചോദിക്കാതെയാണ് നാഷണൽ ഔട്ട്റീച്ച് സെല്ലിൽ നിന്നും തന്നെ ഒഴിവാക്കിയത്. അന്ന് പാർട്ടി തീരുമാനം താൻ അംഗീകരിക്കുകയായിരുന്നു. പുറത്താക്കാൻ നേതൃത്വം നൽകിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം എന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അബിൻ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും. സ്വാഭാവികമായിട്ടും ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും. പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ എബിൻ അർഹതയുള്ള വ്യക്തിയാണ്. അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അബിനതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അബിനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. സ്വാഭാവികമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണമായിരുന്നു തീരുമാനമെടുക്കാൻ. പക്ഷേ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഇപ്പോൾ നമ്മൾ യുദ്ധമുന്നണി നിൽക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ. അപ്പോൾ ആ ഗവൺമെന്റിനെതിരെ നമ്മൾ പോരാട്ടം നടത്തുന്ന വേളയിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിലെ ഭക്തജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെതെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കുറ്റക്കാർക്കെതിരെ എത്രയും വേഗം സർക്കാരും മുഖ്യമന്ത്രിയും നടപടിയെടുക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇന്ന് കേരളത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ നടക്കുന്ന ഈ സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഗവൺമെൻറ് കൊള്ളക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ആ സ്വർണ്ണക്കൊള്ള നടത്തുന്ന ആളുകൾ സ്വൈരവിഹാരം നടത്തുന്നു. അവരെ ആരെ അറസ്റ്റ് ചെയ്യുന്നില്ല, അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. അപ്പോൾ ശബരിമലയിലെ ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കൊള്ളയടിച്ച ആളുകളെ ഗവൺമെൻറ് എന്തിനാണ് സംരക്ഷിക്കുന്നത്? മുഖ്യമന്ത്രി അത് മറുപടി പറയണം. എന്തിന് സംരക്ഷിക്കണം? ആ ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുമ്പോൾ തന്നെ കാരണം ഈ തെളിവുകൾ ഇവരും കൂടി ചേർന്ന് നശിപ്പിക്കും. ഒന്നാം പ്രതിയും എത്ര പ്രതികളുണ്ട്? ഒന്നാം പ്രതി മുതൽ 10 പ്രതികളുണ്ടെന്നാണ്, 10-ലേറെ പ്രതികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഭക്തജനങ്ങളുടെ വികാരം ദൃഢപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് KPCC ഇന്ന് വിശ്വാസ സംരക്ഷണ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഇമ്പാക്റ്റാണ് സംരക്ഷണ യാത്രയ്ക്ക് ഉള്ളത്. പിറവം ഇലഞ്ഞിയിൽ സ്കൂൾ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം 12ഓളം കുട്ടികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുട്ടികളെ മോനിപ്പള്ളി കൂത്താട്ടുകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവാഹനത്തിലെയും ഡ്രൈവർമാർക്കും പരിക്കേറ്റു. ഇലഞ്ഞി സെന്റ് ഫിലോമിനാസ് പബ്ലിക് സ്കൂളിലെയും ഞീഴൂർ സെന്റ് കുര്യാക്കോസ് സ്കൂളിലെയും ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്.
രണ്ട് സ്കൂൾ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇലഞ്ഞിയിലാണ് ഈ സംഭവം ഉണ്ടായത്. വാഹനങ്ങളുടെ ഏതാനും കുട്ടികൾക്ക് പരിക്കുണ്ട്. കുട്ടികളുടെ പരിക്ക് ഗൗരവമായ പരിക്കില്ലെന്നുള്ളതാണ് ആശുപത്രി വിളിച്ചപ്പം അറിയാൻ സാധിച്ചത്. മോനിപ്പള്ളി ഹോസ്പിറ്റലും ദേവമാതയിലുമായിട്ടാണ് ഈ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ദേവമാതയിൽ ഏകദേശം 6ഓളം കുട്ടികൾ കൂത്താട്ടുളം ദേവമാതയിൽ ചികിത്സയിലുണ്ട്. നിസ്സാര പരിക്കുകളാണെന്നാണ് ആശുപത്രി വിളിച്ചപ്പോൾ ആദ്യം അറിയാൻ കഴിഞ്ഞത്. ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റൽസിൽ. ചില കുട്ടികൾക്ക് എക്സ്റേ വേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ കൂടി പോകുന്നുണ്ട്, ദേവമാതയം പോകുന്നുണ്ട്. ഇവിടെ ബാക്കി പോലീസ് വന്ന് അതിൻ്റെ എൻക്വയറിയും കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. 2 സ്കൂൾ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ അത് എന്തുകൊണ്ട് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് പരിശോധിക്കും. ചങ്ങനാശ്ശേരി മാടപ്പള്ളി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗങ്ങളും കർഷകരും ഉന്നയിക്കുന്ന പരാതികൾ പഞ്ചായത്ത് ഭരണസമിതി പരിഗണിക്കുന്നില്ലെന്നാരോപിച്ച് മാടപ്പള്ളി വികസന സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം വി ജെ ലാലി ധർണ ഉദ്ഘാടനം ചെയ്തു. മാടപ്പള്ളി പഞ്ചായത്തിലെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വകവരുത്താൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മാടപ്പള്ളി വികസന സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പടിക്കൽ നടന്ന പ്രതിഷേധ ധർണയിൽ കർഷകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം വി ജെ ലാലി ധർണ ഉദ്ഘാടനം ചെയ്തു. കൃഷികൾ നശിപ്പിക്കുന്ന പന്നികളെ തുരത്താൻ പഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്തരമൊരു സമരം നമ്മുടെ ചങ്ങനാശ്ശേരി പോലെയുള്ള മാടപ്പള്ളി പോലെയുള്ള ഒരു പഞ്ചായത്തിൽ നടത്തേണ്ടി വരും എന്ന് നമ്മൾ സ്വപ്നേനി വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. പക്ഷേ അങ്ങനെയും നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം, കാട്ടുമൃഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. മൃഗങ്ങളും ഈ ലോകത്ത് ജീവിക്കേണ്ടുന്ന ആളുകളാണ്, എല്ലാവരും കൂടെ ചേർന്നതാണ് ആവാസ വ്യവസ്ഥ എന്നുള്ള ബോധ്യവും ആ കൃത്യതയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ ജീവിക്കുന്ന നമ്മളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടാതെ വരുമ്പോൾ അവയെ തുരത്തി ഓടിക്കാനും തകർക്കാനുമുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. അതിന് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് ഗ്രാമപഞ്ചായത്തിനാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് ആ കാര്യത്തിൽ ഗൗരവപൂർണമായ ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. വികസന സമിതി പ്രസിഡന്റ് ബാബു കുട്ടൻചിറ അധ്യക്ഷനായിരുന്നു. അതായത് ഷൂട്ടർമാരെ കിട്ടാനില്ല, അല്ലെങ്കിൽ നമ്മൾ ഷൂട്ടർമാരെ കണ്ടുപിടിച്ച് കൊണ്ട് അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അനുമതി നൽകാമെന്നുള്ളൊരു സൂചനയാണ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നൊക്കെ ലഭ്യമാകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ കൃഷി ചെയ്ത് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയാണ്. പലരും പാട്ടകൃഷികളാണ്. അതായത് പുഷ്പമ്മയെ പോലുള്ള നിരവധി ഇവിടെ നിൽക്കുന്ന നിരവധി ആളുകളെല്ലാം കർഷകരാണ്. അവർ പാട്ടത്തിന് കൃഷിയെടുത്തു, അതുപോലെ തന്നെ സ്വന്തം കൃഷിഭൂമിയിലുമൊക്കെ കൃഷി ചെയ്യുന്നത് അവരുടെ നിത്യോപയോഗ ജീവിത മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ആ സമയത്ത് പന്നി ഈ കൃഷി വിളവുകളെല്ലാം നശിപ്പിക്കുമ്പോൾ അതിനെ ഷൂട്ടർമാരെ കണ്ടെത്തുകയും ഷൂട്ടർമാരെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അനുമതി തരാം എന്ന് പറയുന്ന അധികാരികളുടെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇരകളാക്കപ്പെട്ടവരുടെ നേതൃത്വത്തിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. DCC സെക്രട്ടറി PH നാസർ, SUCI ജില്ലാ പ്രസിഡന്റ് മിനി കെ ഫിലിപ്പ്, ജെയിംസ് പതാരംചിറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൈന തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VV വിനയകുമാർ, ജിൻസൺ മാത്യു, ജോർജ് കുട്ടി കൊഴുപ്പക്കളം, വികസന സമിതി അംഗങ്ങളായ ഷിബു എഴുപുഞ്ചയിൽ, റോസ്ലിൻ ഫിലിപ്പ്, സോമിനി ബാബു, ജോമി ജോസഫ്, KN രാജൻ, അഭിഷേക് ബിജു എന്നിവർ പ്രസംഗിച്ചു. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കർഷകരെ ഉൾപ്പെടുത്തി വിപുലമായ സമരം ആരംഭിക്കുമെന്ന് ബാബു കുട്ടൻചിറ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ട്രെയിൻ തട്ടി ഗുരുതരമായി പരിക്കേറ്റ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ താമസക്കാരി ഷീലയ്ക്ക് ഇനി നിത്യസഹായന്റെ കരുതലുണ്ടാകും. അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഷീല. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായ ഷീലയെ നിത്യസഹായകൻ ട്രസ്റ്റിന്റെ അമ്മവീട് ഭവനിലേക്ക് ഏറ്റെടുത്തു. അപകടത്തിൽ ഷീലയുടെ വലതുകാൽ മുറിച്ചു മാറ്റുകയും ഇടത് കൈവിരലുകൾ അറ്റുപോവുകയും ചെയ്തിരുന്നു. തലയ്ക്കും മാരകമായി മുറിവേറ്റു. അറുന്നൂറ്റിമംഗലം ഗവൺമെൻറ് ആശുപത്രിയിലെ പാലിയേറ്റീവ് നഴ്സ് ആൻഡ് സിസ്റ്റർ അറിയിച്ചതനുസരിച്ച് നിത്യസഹായകൻ അനിൽ ജോസഫും തോമസ് അഞ്ചമ്പിലും അമ്മവീട് സെക്രട്ടറി സിന്ധു VKയും ചേർന്ന് ഷീലയെ സന്ദർശിച്ച് വിവരങ്ങൾ അറിഞ്ഞു. 51 വയസ്സുകാരിയായ ഷീല അവിവാഹിതയാണ്.
മാതാപിതാക്കൾ മരണപ്പെട്ടു. ഒരു സഹോദരി പൊതിയിലുള്ള മാനസിക രോഗി സംരക്ഷണ കേന്ദ്രത്തിൽ അന്തേവാസിയാണ്. വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിക KN അഭ്യർത്ഥന പ്രകാരം ട്രസ്റ്റ് ഭാരവാഹികൾ ഷീലയുടെ ഭവനത്തിലെത്തി അവരെ ഏറ്റെടുക്കുകയായിരുന്നു. ലഹരി ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കങ്ങഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടി പാർലമെൻറ്റ് കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും തുറന്ന് സംസാരിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനുമുള്ള വേദിയായി. കാവൽ കങ്ങഴ എന്ന പേരിലായിരുന്നു പരിപാടി. കങ്ങഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഹരിമുക്ത വിദ്യാലയം, സുരക്ഷിത സുന്ദരനാട് എന്ന സന്ദേശം പകർന്ന് നടപ്പിലാക്കുന്ന ലഹരി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് കുട്ടി പാർലമെന്റ് ഒരുക്കിയത്. കാവൽ കങ്ങഴ എന്ന പേരിലായിരുന്നു കുട്ടികളുടെ പാർലമെന്റ് ചേർന്നത്. കുട്ടികൾ പ്രധാനമന്ത്രിയും സ്പീക്കറുമായ സഭയിൽ പഞ്ചായത്തിലെ 15 സ്കൂളുകളിൽ നിന്നായി 87 കുട്ടികൾ പങ്കെടുത്തു. മുണ്ടത്താനം ലിറ്റിൽ ഫ്ലവർ വിദ്യാനികേതൻ സ്കൂളിലെ +1 വിദ്യാർത്ഥി B. അഭിനവ് പ്രധാനമന്ത്രിയായും, കങ്ങഴ മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി അമിനു ഫാത്തിമ സ്പീക്കറായും തിളങ്ങി. ചോദ്യോത്തര വേളയോടെയാണ് സഭ ആരംഭിച്ചത്. അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു. നാളെയുടെ നല്ല പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള പ്രഥമ ലക്ഷ്യമാണ് കാവൽക്കങ്ങഴയ്ക്കുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും ഭീഷണിയായി വളരുന്ന ഒരു വിപത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ലഹരി മരുന്ന് ദുരുപയോഗം നമ്മുടെ യുവതലമുറകളെയും സമൂഹത്തിന്റെ കെട്ടുറപ്പിനെയും തകർത്തെറിയുന്ന ഈ സാമൂഹിക വിപത്തിനെതിരെ ശക്തമായ നിലപാട് എടുക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ KR അജയ്, അഡ്വക്കേറ്റ് അജിത് കുമാർ PS എന്നിവർ അതിഥികളായി സഭയിലെത്തിയപ്പോൾ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കാഴ്ചക്കാരായി എത്തി. കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും തുറന്നു സംസാരിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനുമുള്ള വേദിയായി കുട്ടി പാർലമെന്റ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് പാർലമെന്റ് രൂപം നൽകി. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വാർഷിക പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് ലഹരി മുക്ത വിദ്യാലയം, സുരക്ഷിത സുന്ദര നാട് എന്ന ആശയം പകർന്നുകൊണ്ട് കാവൽ കങ്ങഴ എന്ന പേരിൽ ഏതാണ്ട് 1 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന വിപുലമായ ബോധവൽക്കരണ പരിപാടി കുട്ടികൾക്കിടയിൽ നടത്തുകയാണ്. അപ്പോൾ കുട്ടികൾ സമൂഹത്തിൻ്റെ ഏറ്റവും ഈ പ്രധാന ഈ താരങ്ങളായി മാറുന്ന കാലഘട്ടത്തെ നാളെയുടെ തലമുറയെ വാർത്തെടുക്കേണ്ട കുട്ടികളാണല്ലോ. അപ്പോൾ കുട്ടികൾ തന്നെ ഇതിൻ്റെ ആദ്യ പരിപാടി എന്ന നിലയിൽ കുട്ടികളുടെ പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുകയും കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ 15ഓളം വരുന്ന സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് ഈ കുട്ടി പാർലമെൻറ്റ് ഇതുവരെ ചേർന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ നമ്മൾ തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം വരുന്ന 1 വർഷക്കാലം നടക്കേണ്ട ലഹരിമുക്ത ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ നൂതനമായ ആശയങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഈ ഗ്രാമപഞ്ചായത്ത് ഈ പ്രദേശത്ത് ഈ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നമ്മൾ നടപ്പിലാക്കണം എന്നാണ് ഈ പദ്ധതി നിർദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS റംല ബീഗം, വൈസ് പ്രസിഡന്റ് ഷിബു ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയ സാജു, വത്സലകുമാരി കുഞ്ഞമ്മ, മിനി നാരായണൻ, CV തോമസ് കുട്ടി, വിജയ ശ്രീകുമാർ, ചന്ദ്രലേഖ മോഹൻ, NM ജയലാൽ, അധ്യാപകരായ സുരേഷ് KN, ജോസഫ് ചെറിയാൻ എന്നിവർ കുട്ടി പാർലമെന്റിന് നേതൃത്വം നൽകി.
ചങ്ങനാശ്ശേരി. മുളക്കുളം പഞ്ചായത്തിൽ കേരളോത്സവത്തോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിൽ കളരിപ്പയറ്റിനോട് അവഗണന കാണിച്ചതിൽ കോട്ടയം ജില്ലാ പൈതൃക കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രതിഷേധം രേഖപ്പെടുത്തി. ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ ഉൾപ്പെടെയുള്ള വിവിധ ഇനങ്ങളിൽ മത്സരിച്ചവർക്ക് ഫസ്റ്റ്, സെക്കൻഡ്, ബെസ്റ്റ് പ്ലെയർ, ഓവറോൾ ട്രോഫികൾ നൽകിയപ്പോൾ കളരിപ്പയറ്റിൽ മത്സരിച്ച കളരികൾക്കും അതിൽ മത്സരിച്ച കുട്ടികൾക്കും യാതൊരുവിധ പരിഗണനയും നൽകിയില്ലെന്നാണ് ആക്ഷേപം. കളരിപ്പയറ്റിന് സമ്മാനമില്ല, ആദരവ് മാത്രമെന്ന് അനൗൺസ് ചെയ്യുകയാണുണ്ടായത്. എല്ലാ മത്സരങ്ങൾക്കുമൊപ്പം കളരിപ്പയറ്റും ഒരു മത്സര ഇനമാണ്. മറ്റ് മത്സരങ്ങൾക്കുള്ളതുപോലെ തുല്യ പരിഗണന കളരിപ്പയറ്റിന് നൽകണമെന്ന് പൈതൃക കളരിപ്പയറ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേരള പൈതൃക കളരിപ്പയറ്റ് അസോസിയേഷൻ കോട്ടയം ജില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയും വരും കാലങ്ങളിൽ അടുത്ത തുടർ ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഉള്ള തീരുമാനങ്ങൾ നിലവിൽ ജില്ല എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ആരാണോ, നമ്മളെ സംബന്ധിച്ചോളം പഞ്ചായത്തോ ബ്ലോക്ക് അതുപോലെ തന്നെ നമ്മുടെ കളക്ടർ ഉൾപ്പെടെ അവർക്ക് വേണ്ട രീതിയിലുള്ള പരാതികളും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ള ഒരു കാര്യങ്ങൾ. കാരണം ഇന്ന് നേരിട്ട കാര്യങ്ങൾ നാളെ ആർക്കും അല്ലെങ്കിൽ ഒരു കളരിക്കും ഉണ്ടാവരുത്. കളരിയെ ജനകീയമാക്കണം, കളരി എല്ലാവരിലും എത്തിച്ചേരണം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അതിനുള്ള പരിഗണന കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ അസോസിയേഷൻ കൂടുതലായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കേരളത്തിലുടനീളം വേരുകളാഴ്ത്തിയ ലഹരി മാഫിയയ്ക്കെതിരെ പൊതുജന പ്രതിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായി രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രൗഡ് കേരളയുടെ 12ാമത് വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ലഹരിക്കെതിരെ സമൂഹ നടത്തം കോട്ടയത്ത് സംഘടിപ്പിച്ചു. കോട്ടയം കളക്ടറേറ്റ് മുന്നിൽ നിന്ന് ആരംഭിച്ച ഗാന്ധി സ്ക്വയർ വരെ നീണ്ട യാത്രയിൽ കോട്ടയത്തെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്തു. ഗാന്ധി സ്ക്വയറിൽ സമാപന സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല ജാഥാംഗങ്ങൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിക്കെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധം തീർക്കുന്നതിന് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട രാഷ്ട്രീയരഹിത മുന്നേറ്റമാണ് പ്രൗഡ് കേരള. ഇന്നത്തെ യുവജന സമൂഹത്തെ ലഹരിക്ക് അടിമകളാക്കി നമ്മുടെ നാടിനെ തകർക്കുകയാണ് ലഹരി മാഫിയയുടെ ലക്ഷ്യം. ഇതിനെതിരെ ശക്തമായ ജനമുന്നേറ്റം നടത്തേണ്ടതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് പ്രൗഡ് കേരള മൂവ്മെൻറ്റ് നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ. രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകണമെന്നും മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ എല്ലാ പ്രസ്ഥാനങ്ങളും സംഘടനകളും കൈകോർക്കണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു. സ്കൂളുകളും കോളേജുകളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയേതര പ്രസ്ഥാനങ്ങളും ഇതിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഈ മാസം 30-ാം തീയതി എറണാകുളത്ത് നടക്കുന്ന പരിപാടിയോടുകൂടി വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സിന്റെ ജില്ലാതല വാക്കത്തോണുകൾക്ക് സമാപനമാകും. ഈ കേരളം ഒരു പഞ്ചാബാകാൻ പാടില്ല, കേരളം ഒരു കൊളംബിയാകാൻ പാടില്ല. പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ദൗത്യമാണിത്. ഇതിന് രാഷ്ട്രീയമില്ല, ജാതി മത പരിഗണനകളില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് അണിനിരക്കുകയാണ്. ഈ നാടിനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ദൗത്യമാണ്. മഹാത്മജിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രതിജ്ഞ എടുക്കുന്നത് സമൂഹത്തെ ഈ വിപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ രാസലഹരിയുടെ വേറിറക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. ലഹരിയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. കാര്യങ്ങൾ മയക്കുമരുന്ന് ലോബിയെ സഹായിക്കുന്നു. അതിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ്. അടുത്ത ദിവസത്തിലാണ് മഹാരാഷ്ട്രയിൽ കണ്ടള പോർട്ടിൽ നിന്ന് 20,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങോട്ട് പോയി എന്ന് പിന്നെ ആരും അറിഞ്ഞില്ല. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? നമ്മുടെ യുവാക്കളുടെ കൈകളിലേക്ക്, കുട്ടികളുടെ കൈകളിലേക്ക് പോകുന്നു. ഈ സമൂഹത്തെ രക്ഷിക്കാനുള്ള ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും വ്യാപനമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും അത് നശിപ്പിക്കുന്നു. എന്റെ സമൂഹം എല്ലാ ലഹരി വസ്തുക്കളുടെയും
SHLP സ്കൂൾ രാമപുരത്തെ കൃഷിത്തോട്ടം മാണി സി കാപ്പൻ MLA സന്ദർശിച്ചു. 58 ഇനം കൃഷികളാണ് രാമപുരത്തെ LP സ്കൂളിൻ്റെ അങ്കണത്തിൽ കൃഷി ചെയ്യുന്ന കുട്ടികൾക്ക് വിഷരഹിതമായ പച്ചക്കറി നൽകുക എന്ന ഉദ്ദേശത്തിൽ ആരംഭിച്ച കൃഷി കഴിഞ്ഞ വർഷത്തേക്കാൾ മികവുറ്റത് ആക്കി. PT അംഗങ്ങളും ടീച്ചേഴ്സും പരിശ്രമിച്ചപ്പോഴാണ് കൃഷിയിടത്ത് 100 മേനി വിളവ് ലഭിച്ചത്. ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ MLA മാണി സി കാപ്പൻ സ്കൂൾ സന്ദർശിക്കുകയും വിളവെടുപ്പ് നടത്തുകയും ചെയ്തു. തുടർന്ന് സ്കൂളിൽ പുതുതായി ആരംഭിച്ച സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷൻ്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ, ജോളി മോൾ ഐസക്, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജുവാനി കുറുവാച്ചിറ, ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിസ മാത്യു, PTA പ്രസിഡന്റ് ദീപു സുരേന്ദ്രൻ, അംഗങ്ങളായ ഡെൻസിൽ അമ്പാട്ട്, ബിനീഷ് ചാലിൽ, ഹരീഷ് R കൃഷ്ണ, ജിൻസ് ഗോപിനാഥ്, ബെറ്റ്സി, ജോബി, ജിബിൻ ജിജി, ജോയൽ, ജീന, മാഗി, സാനിയ, ജിനു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികൾ ലഹരിയിലേക്കും മറ്റും മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ അത്തരം സ്വഭാവങ്ങളിലേക്ക് പോകാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു വലിയ മഹത്തായ സംരംഭമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു 10-100 സ്കൂളുകളിൽ മിനിമം പോയിട്ടുണ്ട്. ഒരു സ്കൂളിലും ചിലർക്കൊക്കെ ചെറിയ തോതിൽ എന്തെങ്കിലും കൃഷി ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നു. ഒരു MLA എക്സലൻസ് അവാർഡ് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അടുത്ത വർഷത്തെ വിത്ത് രാമപുരം പഞ്ചായത്ത് കൊടുക്കും. അതിനുള്ള പണം തരുന്ന കൃഷി ചെയ്യാനുള്ള പൈസ ഞാൻ തരും. അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോട്ടയം കളക്ട്രേറ്റിൽ അഗ്നി സുരക്ഷാ മോക്ക് ഡ്രിൽ നടത്തി. തീപിടുത്തമുണ്ടായാൽ സ്വീകരിക്കേണ്ട അടിയന്തര ദുരന്ത പ്രതികരണ നടപടികൾ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കുകയെന്ന ലക്ഷ്യത്തോടെ രാവിലെ 10:30 മുതൽ 11:30 വരെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള മോക്ക് ഡ്രിൽ നടത്തിയത്. കളക്ട്രേറ്റിലെ 2ാം നിലയിലെ ഒരു ഭാഗത്ത് തീപിടുത്തമുണ്ടാകുന്നതും തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളുമാണ് മോക്ക് ഡ്രില്ലിൽ ഉൾപ്പെടുത്തിയത്. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S ശ്രീജിത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.